നമ്മളെ സർപ്രൈസ് കൊടുക്കുന്ന ഒരു ആർട്ടാണെങ്കിലേ അതിന്റെ ആർട്ടിസ്റ്റ് ആണ് കേട്ടോ ഞാൻ. വേറൊന്നും കൊണ്ടല്ല, ഈ സർപ്രൈസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ഓർമ്മ വരുന്നത് എൻ്റെ ചേച്ചിയാണ്. കാരണം ബർത്ത്ഡേക്ക് 2-3 ദിവസം മുമ്പേ ചേച്ചി എന്നോടൊന്ന് ചോദിക്കും, എന്താണ് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ്, ഏത് കേക്കാണ്, കേക്കിന്റെ ഫ്ലേവർ എന്താണ്, തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ചേച്ചി എന്നോട് ചോദിക്കാറുണ്ട് കേട്ടോ. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഞങ്ങളുടെ വീട്ടിലെ എല്ലാവരുടെയും ബർത്ത്ഡേ അത്യാവശ്യം സെലിബ്രേറ്റ് ചെയ്യാൻ ഞങ്ങൾ ശ്രമിക്കാറുണ്ട്. വേറൊന്നും കൊണ്ടല്ല, നമുക്ക് ജീവിതം ഒന്നല്ലേ ഉള്ളൂ. അപ്പം ആഘോഷിക്കാൻ പറ്റുന്ന സമയങ്ങളിലെല്ലാം നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരാണ് കേട്ടോ ഞങ്ങളുടെ വീട്ടിലുള്ളത്. അപ്പം ഈ വർഷം ഞാൻ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കുറച്ച് മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് കൊടുക്കണം എന്ന് എനിക്കിതുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ചേച്ചിക്ക് എൻ മോഹനന്റെ ഒരു ബുക്കും ഒരു ഡയറിയൊക്കെയാണ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ചേട്ടൻ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ ക്രാഫ്റ്റിനെ ഒരുപാട് ഇഷ്ടമുള്ള നിധിക്കുട്ടി സ്വന്തമായിട്ട് ഉണ്ടാക്കി കുറെ ഗിഫ്റ്റൊക്കെ ചേച്ചിക്ക് കൊടുത്തു കേട്ടോ. ചേച്ചിക്ക് നമ്മളെന്ത് ഗിഫ്റ്റ് കൊടുത്താലും ചേച്ചിക്ക് അതിനെക്കാട്ടി ചേച്ചി ഒരുപാട് മനസ്സ് തുറന്ന് ചിരിക്കുന്നത് നിധിയുടെ ഗിഫ്റ്റ് കാണുമ്പോഴാണ്. അത് ഞങ്ങളും അങ്ങനെയാണ്. വേറൊന്നും കൊണ്ടല്ല, 2-3 ദിവസം മുൻപ് തന്നെ ഇവളിതെടുത്ത് മാറ്റി വെക്കുകയും ഒളിപ്പിച്ച് വെക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അങ്ങനെ ഓരോ ബർത്ത്ഡേകളും ഓരോ ഓർമ്മകളാണ്.